ഹലോ, സുഖാണോ? ടോപ്പിക്ക് രേഷ്മ തങ്കച്ചൻ തന്നെയാണ്. ഇത് ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇത് തന്നെ ചെയ്യുന്നു. കാരണം ഓരോ ദിവസം ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഓരോന്നിട്ട് തരുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ആദ്യം വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഇരുന്നപ്പോഴത്തേക്കും ഇത് ഒരു സൗണ്ട് കേട്ടു. ഞാൻ എന്തായാലും ഇങ്ങനെ പുറത്തോട്ട് എന്തോ വരുന്ന പോലെ തോന്നി. പെട്ടെന്ന് ഞാൻ തട്ടി കഴിഞ്ഞപ്പം ഈ ഫാനിന്റെ ഒരു സൈഡ് വന്ന് എന്റെ ഇവിടെ ഇടിച്ച് മുറിഞ്ഞ പാടാണ്. മുറിഞ്ഞെന്ന് പറഞ്ഞാൽ അകത്തോട്ട് മുറിഞ്ഞില്ല, പക്ഷെ തൊലി പോയിട്ടുണ്ടല്ലോ. എനിക്ക് ഫാൻ വന്ന് വീണ് മുറിഞ്ഞ മുറിവ്, ഓക്കെ, സമ്മതിക്കാം. ഇനി വേറൊരു വോയിസ് കേൾപ്പിക്കാം. അവര് ഈ വയസ്സാം കാലത്ത് പപ്പാക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. ആൾക്ക് അറ്റാക്ക് വന്ന് ടെന്റ് ആ സാധനം ഇട്ടേക്കുവാണ്. ഇവിടെ അറ്റാക്ക് വന്ന് സ്റ്റെൻഡ് ഇട്ടേക്കുവാന്ന് പറയുന്നുണ്ട്. ആ ശരീരത്തിൽ ആകെ ഒരു ഒറ്റ മുറിവേ ഉള്ളൂ. അപ്പം നിങ്ങൾ ചോദിക്കും, നീ അങ്ങേരുടെ ഡ്രസ്സ് അഴിച്ചു നോക്കിയോന്ന്. ഈ മറുനാടൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് വെച്ച് പറഞ്ഞതാ. ഈ സ്റ്റെൻഡ് ഇടുന്നത് കീ ഹോൾ സർജറി വഴിയാണ്. അപ്പോൾ ഇതാ കീ ഹോൾ സർജറിയുടെ മാർക്കല്ലേ? എൻ്റെ സംശയം മാത്രമാണ്. ഈ മെയിൻ സ്ട്രീം വണ്ണിൻ്റെ ഇൻ്റർവ്യൂവിൽ അങ്ങയുടെ ബോഡി ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാൽ അത് എത്രമാത്രം അഗ്രസീവ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ മറുനാടൻ്റെ ഇൻ്റർവ്യൂവിൽ എൻ്റെ മുന്നേ അങ്ങനെക്കാളും പാവം വേറെ ആരുമില്ല എന്ന് തോന്നിപ്പോകുന്ന രീതിയിലായിരുന്നു ഇൻ്റർവ്യൂ കൊടുത്തത്. എന്തോ ആ ബഹുമാനം എന്നൊക്കെ അറിയാവോ? നമുക്കതിനെ സംശയം തോന്നിപ്പോകും, ഇത് ആ ആള് തന്നെ അല്ലേ എന്നുള്ളത്. ഇങ്ങനെ ഫാൻ വീണ മാർക്ക് ആ മാർക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കള്ളം പഠിച്ച് വിടുമ്പോൾ ഈ ചുറ്റുമുള്ള ആൾക്കാർക്ക് കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ബോധവും ഉണ്ടെന്നുള്ള കാര്യം ആലോചിക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഓരോന്നിങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരും. ഒരാൾ ചോദിച്ചു ചോരുന്നുണ്ടോ, വീട് ചോരുന്നുണ്ടോ, ഇതുപോലെ നിങ്ങളെ പോലെ ഒരു വീഡിയോ കഴിച്ച് ചോദിച്ചു. അവർക്ക് ഇതിനാധികാരമായിട്ട് നമുക്ക് പറയാൻ അറിയില്ല. ഈ ചോരുന്നുണ്ടോയെന്ന് അങ്ങോട്ട് ചോദിച്ചാൽ മീഡിയക്കാരനെ ഒന്ന് കാണണം കേട്ടോ. അല്ല, അങ്ങേര് അവരുടെ വീട്ടിലാണോ കയറി താമസം, അല്ല രേണുവിൻ്റെ വീട്ടിലാണോ, സോറി രേഷ്മയുടെ വീട്ടിലാണോ താമസം എന്നറിയാൻ വേണ്ടിയിട്ടാ പറയുന്നത്. ഇത് ഈ ഉണ്ടാക്കി തന്ന ആളുടെ തന്നെ നാവിൽ നിന്ന് നമ്മൾ കേൾക്കുക. ഞാൻ പിന്നെ ഇത് ഉണ്ടാക്കുമ്പോഴത്തെ പുള്ളി ഓർത്തു അവർ വന്ന് ഇവിടെ താമസിക്കും, അങ്ങനെ ഓർത്താ ചെയ്തത്. അപ്പം അതിൻ്റെ ഒരു ആന്തരിക അർത്ഥം എന്ത് പറഞ്ഞു? അതല്ല പുള്ളി ഓർത്തത് ചെയ്തത്. കൊല്ലംകാര് എന്ന് അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല. സുധിച്ചേട്ടൻ്റെ അമ്മ വന്ന് താമസിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സുധിച്ചേട്ടൻ്റെ മക്കൾക്ക് കെട്ടിക്കൊടുത്ത വീടാകുമ്പോൾ ആ വീട്ടിൽ സുധിച്ചേട്ടൻ്റെ അമ്മയ്ക്ക് വന്ന് താമസിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. നിങ്ങൾ അവിടെ താമസിക്കുമ്പോൾ അതേ അവകാശമാണ് അവർക്കും ഉള്ളത്. ഉണ്ടാക്കാൻ വരുമെന്ന് വിളിച്ച് പറഞ്ഞ ആൾ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ ഉണ്ടാക്കിക്കോ, അവിടുത്തെ ബ്രോസ് പറഞ്ഞിട്ടുണ്ട്, ചെയ്ത് തരത്തില്ല. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വേണമെങ്കിൽ എഞ്ചിനീയർമാരെ വിളിച്ച് അളന്ന് നിങ്ങൾക്ക് വേണം. ഞാൻ അന്നേരം പറഞ്ഞു, ശരി, ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അന്നേരം ഞങ്ങൾ ചെയ്തോളാം പറഞ്ഞു. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് 1500 രൂപ അടയ്ക്കാൻ പറഞ്ഞിട്ട് അത് പറ്റാതെ നിങ്ങൾ ഇനി എന്തുകൊണ്ട് അങ്ങോട്ട് ചെയ്യാനാണോ എന്തോ. അപ്പോൾ ഈ ഫാൻ വീണ മാർക്കും സർജറിയുടെ മാർക്കും അതിനെക്കുറിച്ചൊരു വിശദീകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ.